ലളിതാ സഹസ്രനാമത്തിലെ ഓരോ നാമത്തിൻ്റെയും ആദ്യത്തെ അക്ഷരത്തിനും അവസാനത്തെ അക്ഷരത്തിനും ഒരു പ്രാണശക്തിയുണ്ട്. ഇതിലെ 1000 പേരുകൾ 1000 അസ്ത്രങ്ങൾ എന്ന പോലെയാണ് രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്തോത്രത്തിൻ്റെ മന്ത്രപരമായ ശക്തി വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ അതിശക്തിയേറിയ കുറേ നാമങ്ങളുടെ അർത്ഥം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കേൾക്കണം. അപ്പോൾ ഭക്തിസാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 126 മുതൽ 143 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. 126-ാമത്തെ നാമം ശാങ്കരി. ഇവിടെയും ശങ്കരൻ്റെ പത്നി എന്നാണ് അർത്ഥം വരുന്നത്. ഒപ്പം ശം എന്നതിന് ആനന്ദം എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൾ ശാങ്കരി എന്നർത്ഥം. ഇനി 127-ാമത്തെ നാമം ശ്രീകരി. ശ്രീ ഐശ്വര്യ സമൃദ്ധി. കരി എന്നാൽ കൊടുക്കുന്നവൾ. തൻ്റെ ഭക്തന്മാർക്ക് എല്ലാ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്നവൾ എന്നർത്ഥം. ഇനി 128-ാമത്തെ നാമം സാധ്വി. പതിവ്രതയാണ് ദേവി. മഹാദേവനെ മാത്രം പതിയായി സ്വീകരിക്കുന്നവൾ എന്നർത്ഥം. അടുത്തത് 129-ാമത്തെ നാമം ശരചന്ദ്രനിഭാനന. ശരത്കാലത്ത് നിർമ്മലമായ ആകാശത്ത് പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലെ നിഭ, അതിന് തുല്യമായ ആനനം, മുഖത്തോടു കൂടിയവൾ. അങ്ങനെയുള്ള ചന്ദ്രൻ്റെ തിളക്കം പോലെയുള്ള മുഖത്തോടു കൂടിയവൾ എന്നർത്ഥം. അടുത്തത് 130-ാമത്തെ നാമം ശാദോദരി. ശാദം കൃശമായിട്ടുള്ള ഉദരം, വയറ്. ദേവിയുടെ ഒതുങ്ങിയ വയറിനെക്കുറിച്ച് മുൻപും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതൊന്നുകൂടി വിശേഷിപ്പിക്കുന്നു എന്ന് മാത്രം. ഇനി 131-ാമത്തെ നാമം ശാന്തിമതി. ദേവി വളരെ ശാന്തയാണ്. തിന്മയെ ദേവി ക്ഷമിക്കുകയില്ല. അതല്ലാത്ത സമയത്തൊക്കെ ദേവി ശാന്തസ്വരൂപിണിയാണ്. ഇനി 132-ാമത്തെ നാമം നിരാധാര. സ്വന്തമായിട്ട് ഒരാധാരം ആവശ്യമില്ലാത്തവൾ. ദേവി സ്വയം ജാതയാണ്. ആ ദേവിയിൽ നിന്നാണ് നമ്മളൊക്കെ ജനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആധാരം ദേവിയാണ്. അങ്ങനെയുള്ള ദേവിക്ക് ഒരാധാരത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നിരാധാര എന്ന പേര് വന്നത്. അടുത്തത് 133-ാമത്തെ നാമം നിരഞ്ജന. അഞ്ജനമെന്നാൽ അവിദ്യ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. സാധാരണ കൺമഷി എന്നാണ് പറയാറ്. ഇരുട്ട്. അപ്പോൾ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നവൾ, അവിദ്യയെ ഇല്ലാതാക്കുന്ന ശക്തി സ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ടാണ് നിരഞ്ജന എന്ന പേര് വന്നത്. ഇനി 134-ാമത്തെ നാമം നിർലേപ. കർമ്മത്തിൻ്റെ കെട്ടുപാടിനെയാണ് ലേപം എന്ന് പറയുന്നത്. ഇവിടെ ദേവി കർമ്മബന്ധം തീണ്ടാത്തവളായതുകൊണ്ടാണ് നിർലേപ എന്ന പേര് വന്നത്. ഇനി 135-ാമത്തെ നാമം നിർമ്മല. മലം എന്നാൽ അഴുക്ക്. യാതൊരു തരത്തിലുള്ള അഴുക്കും തീണ്ടാത്തവൾ, പരിശുദ്ധയായവൾ. മലം എന്നതിന് അജ്ഞാനം എന്നും അർത്ഥമുണ്ട്. യാതൊരു തരത്തിലുള്ള അജ്ഞാനവും തീണ്ടാത്തവൾ എന്നർത്ഥം. ഇനി 136-ാമത്തെ നാമം നിത്യ. നാശമില്ലാത്തവൾ ദേവി. എന്നും ഉള്ളവളാണ്. ഈ പ്രപഞ്ചത്തിൽ നശിക്കാത്തവൾ നിത്യ. ഇനി 137-ാമത്തെ നാമം നിരാകാര. സ്ഥിരമായിട്ട് ഒരു രൂപം ഇല്ലാത്തവൾ. രൂപം ഉണ്ടാവാൻ കാരണം ത്രിഗുണമാണ്. എന്നാൽ ദേവി ത്രിഗുണാതീതയാണ്.
ദേവി ഒരു ചൈതന്യമാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹപ്രകാരമാണ് ദേവി ഓരോരോ രൂപങ്ങൾ സ്വീകരിക്കുന്നത്. ഭണ്ഡാസുരവധത്തിനു വേണ്ടി ദേവി ലളിതാദേവിയായിട്ട് അവതരിച്ചു. അങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് രൂപം സ്വീകരിക്കുന്നവൾ എന്നർത്ഥം. ഇനി 138 നാമം. നിരാകുല, ഒന്നിലും ആകുലതയില്ലാത്തവൾ. നമ്മുടെ അജ്ഞാനമാണ് ആകുലതയ്ക്ക് അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണം. അപ്പോൾ ദേവി പ്രജ്ഞാനമാണ്. ജ്ഞാനം തന്നെ ദേവിയാണ്. അതുകൊണ്ട് തന്നെ ദുഃഖമില്ലാത്തവൾ നിരാകുല എന്ന് പേര് വന്നത്. ഇനി 139 നാമം. നിർഗുണ, ഗുണങ്ങൾക്ക് അതീതയായിട്ടുള്ളവൾ. ദേവിയിൽ നിന്നാണ് ഗുണങ്ങളൊക്കെ ഉണ്ടായത്. ദേവി ത്രിഗുണാതീതയാണ്. അതുകൊണ്ട് നിർഗുണ എന്ന പേര് വന്നു. ഇനി 140 നാമം. നിഷ്കല, നിഷ്കള എന്നും പറയും. കലകളില്ലാത്തവൾ, അംശമില്ലാത്തവൾ. ദേവി എപ്പോഴും പൂർണ്ണമായി തന്നെയാണ് അവതരിക്കുക. ഏതു ഭാവത്തിലാണെങ്കിലും ദേവി പൂർണ്ണ തന്നെയാണ്. അങ്ങനെ ഒരംശം ഇല്ലാത്തവൾ നിഷ്കല. അടുത്തത് 141 നാമം. വീണ്ടും പറയുന്നു ശാന്ത. ശാന്തസ്വരൂപിണിയാണ് ദേവി. അങ്ങനെ ചില നാമങ്ങളുടെ അർത്ഥം ആവർത്തിക്കപ്പെടുന്നുണ്ട്. അടുത്തത് 142 നാമം. നിഷ്കാമ, ഒരു കാമനയും ഇല്ലാത്തവൾ. കാരണം ദേവിക്ക് ഇവിടെ സാധിക്കാനായിട്ട് ഒന്നുമില്ല. എന്തെങ്കിലും സാധിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണ് ആഗ്രഹങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ദേവി തന്നെയാണ് ഈ ലോകം സൃഷ്ടിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും എന്തു വേണമെങ്കിലും സാധിക്കും എന്നതിനാൽ ദേവി നിഷ്കാമയാണ്. അടുത്തത് 143 നാമം. നിരുപപ്ലവ. ഉപപ്ലവമെന്നാൽ നാശം. നിരുപപ്ലവ, നാശമില്ലാത്തവൾ, എപ്പോഴും നിത്യമായിരിക്കുന്നവൾ. അതിൻ്റെ മറ്റൊരു നാമമാണ് നിരുപപ്ലവ, നശിക്കാത്തവൾ എന്നർത്ഥം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തി ഐക്യരൂപിണ്യൈ നമഃ.